കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്. ഞാൻ ഡോക്ടർ പി സജീവ് കുമാർ, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ സാഹിത്യ സാംസ്കാരിക മേഖലകളിലും ചില പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ എനി ടൈം ന്യൂസിൻ്റെ ഈ വർഷത്തെ രാമായണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിന് സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് തോന്നുന്നു. രാമായണ ഗ്രന്ഥം വായിക്കുന്നവർക്ക് മനക്കരുത്ത് അല്ലെങ്കിൽ നല്ല മാനസികാവസ്ഥ ലഭിക്കുന്നു. അത് മനുഷ്യനെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നു എന്നതിനാൽ അത് ആരോഗ്യകരമാണ് എന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഈ പാരായണം രാമായണത്തിലെ പല ഭാഗങ്ങളും യുക്തിഭദ്രമായി കാണാൻ സാധിക്കില്ലെങ്കിലും അത് വ്യക്തിയുടെ മാനസിക തലത്തെ ഉയർത്താനും വ്യക്തിയെ നന്മയുടെ പാതയിലേക്ക് നിലനിർത്താനും ആ രീതിയിലുള്ള ചിന്തകളിലേക്ക് നയിക്കാനും സാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ദാർശനിക ചിന്തകളും ആരോഗ്യത്തിനും മനസ്സിനും ഗുണകരമാവുന്നു എന്നുള്ള ഇത് നമുക്ക് കാണാൻ കഴിയും. ദാർശനികമായ പല സന്ദർഭങ്ങളും ദാർശനിക ചിന്തകൾ ഉണർത്തുന്ന പല സന്ദർഭങ്ങളും രാമായണത്തിൽ ഉണ്ട്. കാമക്രോധ ലോഭ മോഹങ്ങൾ ഭരിക്കുന്ന മനസ്സാണല്ലോ എല്ലാ മനുഷ്യരിലും ഉള്ളത്. എല്ലാം വേണമെന്ന് ചിന്തിക്കുകയും അതിൻ്റെ ഇന്ദ്രിയാനുഭൂതിയുടെ സാക്ഷാത്കാരത്തിനായിട്ട് പായുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മനുഷ്യന് ഉള്ളത്. ആത്യന്തികമായി എല്ലാവരുടെയും ജീവിതം വളരെ ചെറുതാണ്, അല്പകാലമേ ഈ ജീവിതം ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളും നമ്മൾ രാമായണ വായനയിൽ കണ്ടുമുട്ടുന്നുണ്ട്. അതാണ് ഈ ദാർശനിക മൂല്യങ്ങളെ, ദാർശനിക ചിന്തകളെ പ്രദാനം ചെയ്യുന്നു എന്നുകൊണ്ട് അർത്ഥം വയ്ക്കുന്നത്. കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ട വരങ്ങളിൽ ഒന്ന് ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും 14 വർഷത്തോളം അവിടെ ശ്രീരാമൻ കഴിയണമെന്നും ഉള്ളതായിരുന്നു. മറ്റൊന്ന് ഭരതനെ രാജാവായി വാഴിക്കണമെന്നും ഉള്ളത്. നേരത്തെ 2 വരങ്ങൾ നൽകാമെന്ന് രാജാവ് കൈകേയിക്ക് ഉറപ്പു നൽകിയിരുന്നു. ശ്രീരാമനെ രാജാവായി അഭിഷേകം ചെയ്യാനിരിക്കെയാണ് കൈകേയി ഈ വരങ്ങൾ ചോദിക്കുന്നത്. രാജാവിന് തൻ്റെ വാക്ക് പാലിക്കാതിരിക്കാൻ ആവുന്നില്ല. പാലിക്കാതിരിക്കുകയാണെങ്കിൽ തൻ്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടും. അതിൻ്റെ ഭാഗമായിട്ടാണ് രാമനെ കാട്ടിലേക്ക് അയക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത്. അങ്ങനെ സീതയോടും ലക്ഷ്മണനോടും കൂടി കാട്ടിലേക്ക് തിരിച്ച വേളയിൽ ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ലക്ഷ്മണോപദേശം എന്ന പേരിൽ അത് രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ശ്രീരാമൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നതിൽ ക്രുദ്ധനായ ലക്ഷ്മണൻ വേണ്ടി വന്നാൽ സ്വന്തം പിതാവിനെ തന്നെ ഇല്ലായ്മ ചെയ്ത് ശ്രീരാമനെ തിരിച്ച് കൊണ്ടുവന്ന് രാജാവായി അഭിഷേകം ചെയ്യാൻ ഞാൻ മുന്നിട്ടിറങ്ങും എന്ന് പറയുമ്പോൾ രാമൻ അദ്ദേഹത്തിന് നൽകുന്ന ഉപദേശമാണ് ലക്ഷ്മണോപദേശം. അതിൽ ഈ തരം വരികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ് ഓർക്കനീ വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭങ്കുരം. ഭോഗങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന അനുഭൂതികളൊക്കെയും ക്ഷണപ്രഭാചഞ്ചലം, വളരെ പെട്ടെന്ന് വന്നു പോകുന്നതാണ്. ആയുസ്സാണെങ്കിൽ പെട്ടെന്ന് ഒടുങ്ങുന്നതുമാണ്. ചുട്ടുപഴുത്ത ലോഹത്തിൻ്റെ അറ്റത്ത് ഉള്ള ജലകണം പോലെ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. അതുപോലെ തന്നെ ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ പാമ്പിൻ്റെ വായക്കകത്ത് അകപ്പെട്ട തവള ഭക്ഷണത്തിനെ കാക്ഷിക്കുന്ന പോലെയാണ് ജീവിതം. ഏതു നിമിഷം വേണമെങ്കിലും തവളയെ പാമ്പ് വിഴുങ്ങാം. ആ തവളയാണ് ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതം. മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. പലയിടങ്ങളിലായി ഒരു പെരുവഴി അമ്പലത്തിലേക്ക് വന്നു ചേർന്ന്
അവിടെ കൂടി പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകുന്ന പോലെയാണ് ജീവിതത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചും മനുഷ്യൻ്റെ മോഹങ്ങളെക്കുറിച്ചും ഇവിടെ ലക്ഷ്മണന് ശ്രീരാമൻ ഉപദേശരൂപേണ പറയുന്നു. ചെറിയ ജീവിതം തർക്കങ്ങളും കലഹങ്ങളും ഇല്ലാതെ മനസ്സമാധാനത്തോടെ താണ്ടുകയല്ലേ നല്ലത് എന്ന ദാർശനിക ബോധത്തിലേക്ക് കുപിതനായ ലക്ഷ്മണനെ ഈ വരികളിലൂടെ ശ്രീരാമൻ എത്തിക്കുകയാണ്. ഇത് ഒരു കഥാ സന്ദർഭത്തിൽ ശ്രീരാമനെ കൊണ്ട് ഈ ഉപദേശം വാൽമീകി പറയുമ്പോൾ ഇത് ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരെയും ബാധിക്കുന്ന ഉപദേശമാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നാം കോപത്താലും അതുപോലെ തന്നെ ദേഷ്യത്താലും ഒക്കെ നിൽക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ഇത്തരം ഉപദേശം ഉപകാരപ്പെടും. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ചിന്തയും കൂടിയാണ്. ഇത്തരം ദാർശനിക ചിന്തകൾ രാമായണത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പറയുന്നുണ്ടല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കർമ്മഫലം മറ്റാരും അനുഭവിക്കാനായിട്ട് പോകുന്നില്ല. അത് കുടുംബത്തിലുള്ളവർ ആയിക്കോട്ടെ, നമ്മുടെ അടുത്തു നിൽക്കുന്നവരായിക്കോട്ടെ, അവരൊന്നും അനുഭവിക്കുകയില്ല. നമ്മൾ തന്നെ വേണം നമ്മുടെ കർമ്മഫലം അനുഭവിക്കാൻ. ഇത് നേരായ കർമ്മങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ചിന്തകളാണ്. ഇത്തരം ദാർശനികമായിട്ടുള്ള പല ചിന്തകളും രാമായണത്തിലുണ്ട്. അപ്പോൾ അത്തരം ദാർശനിക ചിന്തകളിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല മാനസികാവസ്ഥയിലേക്കും നല്ല പ്രവൃത്തിയിലേക്കും മനുഷ്യൻ എത്തിച്ചേരുകയും അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യകരമായ ഒരു മനസ്സും ശരീരവും ഉള്ള മനുഷ്യനായിട്ട് മാറും. ഇതും രാമായണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്